ഇന്നപ്പോൾ ദേ ഒരു വെറൈറ്റി കറിയാണേ. എനിക്കിത് വെറൈറ്റി കറിയാണ്. നിങ്ങളിൽ ആരെങ്കിലും ഈ ഒരു കറി ട്രൈ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഞാൻ എന്തായാലും ഇത് ആദ്യമായിട്ട് ട്രൈ ചെയ്തതാണ്, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കറി. ഇന്ന് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത് ബീട്രൂട്ട് കൊണ്ടാണ്. സാധാരണ നമ്മൾ ബീട്രൂട്ട് കൊണ്ട് ഒന്നിൽ തോരനുണ്ടാക്കും, അല്ലെങ്കിൽ മെഴുക്ക് വരട്ടി വയ്ക്കും, അങ്ങനെയാണല്ലോ അല്ലേ. എന്നാൽ നമുക്ക് ഇന്ന് ഇതുകൊണ്ട് അടിപൊളി ഒരു കറി ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞിട്ട് ഇത് നമുക്ക് ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കണം. ചെറിയ ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്തോളൂ, ഒരുപാട് വലുപ്പം വേണ്ട. ഇനി നമുക്ക് കുറച്ച് പരിപ്പ് കഴുകിയെടുക്കാം. ഇനി അതിലേക്ക് നമുക്കിത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം സവാളയും പച്ചമുളകും, ഒരു വലിയ സവാള ഞാനെടുത്ത് സ്ലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ നല്ല എരിവുള്ള 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കുക്കറിൽ ഒരു 3 വിസിലടുപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ബീട്രൂട്ടും പരിപ്പും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തേങ്ങ, അരമുറി തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കടുക് കാച്ചൊഴിക്കാം. എൻ്റെ കയ്യിൽ കറിവേപ്പില ഉണ്ടായില്ല, അതുകൊണ്ടാണ് കറിവേപ്പില ഇടാഞ്ഞത്. അതും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ കറി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റിയാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തവർ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറഞ്ഞോളൂ.